2019. ബൈക്ക് മേടിച്ചതിന് കൺഗ്രാറ്റ്സ് പറഞ്ഞതിനോടൊപ്പം എല്ലാവരും ഒരു കാര്യം കൂടി പറഞ്ഞു, റൈഡ് സേഫ്, റൈഡ് കെയർഫുൾ. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ വണ്ടി ഏതാണെന്നുള്ള. യെസ്, നമ്മുടെ നാട്ടുകാരുടെ കണ്ണിലെ കാണുന്ന വണ്ടി KTM DUKE 200. ചെറുപ്പം തൊട്ട് ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടായിരിക്കാം ബന്ധുക്കാരും നാട്ടുകാരും ഈ വണ്ടി എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടും ഈ KTM തരുന്ന പവറിന് വേണ്ടിയിട്ട് ഞാൻ ഈ വണ്ടി തന്നെ എടുക്കാൻ കാരണം. വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോഴും ഒരു കാര്യം എനിക്ക് മനസ്സിലായി, പ്രശ്നം വണ്ടിക്കല്ല, അത് ഓടിക്കുന്ന കൈകളിലാണ്. ഈ വണ്ടി തരുന്ന അസാധ്യ അഡ്രിനാലിൻ റഷ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ആ ഒരു പിക്കപ്പ് ഉണ്ട്. അത് ശരിക്കും നമ്മൾ KTM ഓടിക്കുന്നവരോട് തന്നെ ചോദിച്ചറിയേണ്ട കാര്യം. NS 200 R15 തരുന്നത് പോലെയുള്ള ടോപ്പ് എൻഡോ പുതിയ റോയൽ എൻഫീൽഡ് തരുന്ന പോലെയുള്ള റിഫൈൻമെൻറ്റോ ഒന്നും ചിലപ്പോൾ ഈ വണ്ടിക്ക് തരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അസാധ്യമായ ഇനീഷ്യൽ പിക്കപ്പും തിരക്കുള്ള ട്രാഫിക്കിന് ഫിൽട്ടർ ചെയ്ത് പോകാനുള്ള കോൺഫിഡൻസും ഒരുപക്ഷെ മറ്റു വണ്ടികളിൽ കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഓടിച്ച ഓരോരോ കിലോമീറ്ററും എക്സൈറ്റ്മെൻറ്റ് തന്ന ഈ കാലൻ്റെ കൂടെ നമ്മൾ 3 വർഷവും 30,000 കിലോമീറ്ററും കവർ ചെയ്തിരിക്കുക. ഒരു കോട്ട്സ് ഉണ്ട്, അത് ഞാനിവിടെ പറയാം. പുട്ട് സംതിങ് എക്സൈറ്റിംഗ് ബിറ്റ്വീൻ യുവർ ലെഗ്സ്. യെസ്, റൈറ്റ് സൈഡ് ഗൈസ്.